പുഡിംഗ് ഉണ്ടാക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ പുഡിംഗ് ആണ്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും ബ്രെഡും പാലും ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ പുഡിംഗ് ആണ്. അപ്പോൾ ഇത് വെജിറ്റേറിയൻസിനെ ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ മുട്ടയൊന്നും ചേർക്കാതെയാണ് ഈ ഒരു പുഡിംഗ് റെഡിയാക്കുന്നത്. മുട്ട ചേർക്കണം എന്നുണ്ടെങ്കിൽ എപ്പോഴാണ് മുട്ട ചേർക്കേണ്ടതെന്ന് നമുക്ക് വീഡിയോ ചെയ്യുമ്പോൾ പറയാം. മുട്ട ചേർക്കേണ്ട സ്റ്റേജും എത്ര ക്വാണ്ടിറ്റി ആണ്, ഈ ഒരു നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് മുട്ടയുടെ അളവ് വ്യത്യാസം വരുത്താം. അപ്പോൾ ബ്രെഡ് പുഡിങ്ങിന്റെ റെസിപ്പി എല്ലാവരും കണ്ടിട്ട് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു ലൈക്ക് തരാനും മറന്നു പോകരുത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മുടെ പുതിയ ചാനലിൽ നമ്മുടെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മൾ ഇടുന്ന പുതിയ വീഡിയോകൾ കണ്ടിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ബ്രെഡ് പുഡിംഗ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ബ്രെഡ് പുഡിംഗ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ ഒരു 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് പഞ്ചസാര എന്ന് പറയുമ്പോൾ നമുക്ക് കാരമൽ ഉണ്ടാക്കാനും കൂടി ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പാലെടുത്തിട്ടുണ്ട്, വാനില എസൻസ് എടുത്തിട്ടുണ്ട്. ഇതിൽ മുട്ട താല്പര്യം ഉണ്ടെങ്കിൽ ഒരു മുട്ട ചേർക്കാം. അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ കോഫി പുഡിംഗ് ചെയ്തപ്പോൾ മുട്ട ചേർക്കാതെയുള്ള പുഡിംഗ് അല്ലെങ്കിൽ മുട്ട ചേർക്കാതെയുള്ള കേക്ക് റെസിപ്പീസ് ഒക്കെ ചെയ്യുമെന്നുണ്ട് കുറെ കമന്റ്സ് വന്നിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ മുട്ട ചേർക്കാത്തത്. മുട്ട ചേർക്കേണ്ട സ്റ്റേജ് എപ്പോഴാണെന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ. തിളപ്പിച്ച പാലല്ല നമ്മൾ എടുത്തിട്ടുള്ളത്, സാധാരണ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന പാലാണ്. അപ്പോൾ തിളപ്പിക്കേണ്ടെന്ന് വെച്ചാൽ ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് മിക്സ് ചെയ്ത് കുക്ക് ചെയ്ത് വരുമ്പോൾ പാലും കുക്ക് ആയിക്കോളും. അതുകൊണ്ട് തന്നെ ഞാൻ തിളപ്പിക്കാത്ത പാലെടുത്തത്. ആദ്യം നമുക്ക് ഈ ബ്രെഡ് സ്ലൈസിന്റെ ഈ സൈഡ്സ് ഒന്ന് മാറ്റാം. സൈഡ്സ് മാറ്റിയില്ല എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, പുഡിങ്ങിന്റെ കളറിൽ ചെറിയ വ്യത്യാസം വരുന്നേ ഉള്ളൂ. അപ്പോൾ സൈഡ്സ് മാറ്റുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ടുള്ള കളറിൽ പുഡിങ് കിട്ടും. അപ്പോൾ ആദ്യം ഞാനിതൊന്ന് സൈഡ്സ് കട്ട് ചെയ്തെടുത്തിട്ട് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കാൻ പോവാണ്. ബ്രെഡ് കൈകൊണ്ട് പൊടിച്ചെടുക്കാം, പക്ഷെ ഏറ്റവും എളുപ്പം നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കായിരിക്കും. അപ്പോൾ ഞാൻ ഇതൊന്ന് പൊടിച്ച് റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ ഞാനിപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ നമ്മൾ ബ്രെഡ് ക്രംസ് ഒക്കെ പൊടിച്ചെടുക്കുന്ന പോലെ ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സൈഡ്സ് മാറ്റിയതുകൊണ്ട് തന്നെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറാണ്. ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കാരമലൈസ് ചെയ്യാനുള്ള പഞ്ചസാര മാറ്റി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പഞ്ചസാര ചേർക്കുന്നുണ്ട്, ഇത്രയും ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് പാലാണ്. അപ്പോൾ പാല് നമ്മൾ ബ്രെഡ് എത്ര പീസ് എടുക്കുന്നു എന്നുള്ളതനുസരിച്ചാണ് ചേർക്കുന്നത്. പാല് കൂടിയുണ്ടെങ്കിൽ കുക്കിംഗ് ടൈം കൂടും, വേറെ ഒന്നുമില്ല വ്യത്യാസം വരാൻ. അപ്പോൾ നമ്മൾ മുട്ട ചേർക്കുന്നുണ്ടെങ്കിൽ ഈ പാലിലേക്ക് ഒരു മുട്ടയും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ പുഡിങ്ങിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുട്ട ചേർക്കുന്നുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ ബ്രെഡ് ഒന്ന് സോക്ക് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുന്നത്. പാല് ചേർത്തിട്ട് കുറച്ച് സമയം മിക്സ് ചെയ്ത് വയ്ക്കണം. അപ്പോൾ നമ്മുടെ ബ്രെഡ് നന്നായിട്ട് സോഫ്റ്റ് ആയി വരും. ഇതിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഏലക്കപ്പൊടി താല്പര്യമുണ്ടെങ്കിൽ ഏലക്കപ്പൊടി ചേർക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഏലക്ക പൊടിച്ചതില്ല, പൊടിച്ചത് കഴിഞ്ഞു. ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഏലക്കപ്പൊടി ചേർത്തേനെ. അപ്പോൾ ഏലക്കപ്പൊടി ചേർക്കുകയാണെങ്കിൽ ആ ഒരു ഏലക്കയുടെ ഫ്ലേവറും കൂടി കൂടുതലായിട്ട് വരും. അപ്പോൾ അത് കൂടുതൽ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇനി പൊടിച്ചെടുക്കാൻ മടിയായിട്ട് ഞാൻ ഏലക്ക പൊടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വാനില എസൻസ് മാത്രം ചേർക്കുകയാണ്. അപ്പോൾ ഒരു 6 സ്ലൈസ് ബ്രെഡിനൊക്കെ ആണെങ്കിൽ 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി വരെ ചേർക്കാം. ഇതിലേക്ക് നമുക്കൊരു 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. അപ്പോൾ വാനില എസൻസ് താല്പര്യമില്ല, ഏലക്കപ്പൊടി മാത്രം മതി എന്നുണ്ടെങ്കിൽ അത് മാത്രമായിട്ട് ചേർക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുട്ട ചേർക്കുകയാണെങ്കിൽ പലർക്കും ആ മുട്ടയുടെ സ്മെല്ല് ബുദ്ധിമുട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വരാറുള്ളൂ. മുട്ട ചേർക്കാത്തതുകൊണ്ട് തന്നെ ഇതിൽ അങ്ങനത്തെ ഒരു വിഷയം വരില്ല. പിന്നെ നമ്മൾ കുറച്ചൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രമാണ് വാനില എസൻസും ഏലക്കപ്പൊടിയൊക്കെ പറയുന്നത്. അപ്പോൾ ഇതൊന്ന് മിക്സായി ഇങ്ങനെ ഇരിക്കട്ടെ. ഒരു 10-15 മിനിറ്റ് വരെ വയ്ക്കാം. ഇപ്പോൾ നല്ല ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി ആണ്. ഇതൊന്ന് ബ്രെഡ് ഈ പാലൊക്കെ വലിച്ചു വരുമ്പോൾ കുറച്ചുകൂടി ഒന്ന് തിക്കാവും, അധികം ഒന്ന് തിക്കാവില്ല. അപ്പോൾ അതൊന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട കാരമൽ റെഡിയാക്കാം. ഈ സമയത്ത് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായിട്ട് മെൽറ്റായി വരട്ടെ. അപ്പോൾ നമ്മൾ കാരമൽ വെള്ളം ചേർത്തിട്ട് ഉണ്ടാക്കാറുണ്ട്, വെള്ളം ചേർക്കാതെ ഉണ്ടാക്കാറുണ്ട്. ഇതിപ്പോൾ ഞാൻ വെള്ളം ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്, വേഗം തന്നെ സെറ്റായി കിട്ടാനായിട്ട്. വെള്ളം ചേർത്തിട്ടാണെങ്കിൽ നമുക്കൊരു 5 മിനിറ്റൊക്കെ പുറമെ വെച്ചാലും അത്ര പെട്ടെന്ന് അങ്ങോട്ട് സെറ്റായി പോവില്ല കേട്ടോ, കുറച്ച് ടൈം കിട്ടും. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ വെള്ളം ചേർക്കുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഇപ്പോൾ 1 ടീസ്പൂൺ വെള്ളം ചേർത്തിട്ട്
മിക്സ് ചെയ്യുക. ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് സമയം എടുക്കും വെള്ളം ചേർത്തിട്ട് കാരമൽ റെഡിയാക്കി വരുമ്പോൾ. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് വേഗം തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഏത് കളർ വേണോ, ലൈറ്റ് കളർ വേണോ ഡാർക്ക് കളർ വേണോ നമ്മുടെ പുഡിങ്ങിന് എന്നുള്ളതനുസരിച്ച് നമ്മൾ കളർ തീരുമാനിക്കാം. ഈ പഞ്ചസാരയുടെ കളർ മാറുന്നതനുസരിച്ച് നമുക്ക് ആ കളർ തീരുമാനിച്ചിട്ട് ആ കളറാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കുക. അത്രയേ ഉള്ളൂ. ഒന്ന് കളർ ചേഞ്ച് ആയി വരട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ പഞ്ചസാര മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ കളറ് ചേഞ്ച് ആയി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ലൈറ്റ് ഷെയ്ഡ് കാരമൽ മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഏത് ബൗളിലാണോ നമ്മൾ സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഒഴിക്കാം. ഞാനിപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ഒന്നുകൂടി ഒന്ന് കളർ ചേഞ്ച് ആക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ പഞ്ചസാര മെൽറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം കുറച്ച് വയ്ക്കുക. ഇല്ലെങ്കിൽ വേഗം തന്നെ പഞ്ചസാരയുടെ കളറൊന്ന് മാറിയിട്ട് പിന്നെ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും നമ്മുടെ കാരമലിന്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ഡാർക്ക് കളർ ആക്കിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. ഒരുപാടങ്ങ് ഡാർക്കല്ല. അപ്പോൾ ഇത്രയും മതി. ഇനിയിപ്പോൾ ഞാൻ എന്താ ഈ ഒരു പാത്രത്തിലാണ് പുഡിങ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് ഒഴിക്കാൻ പോവാണ് ഈ കാരമൽ റെഡിയാക്കിയത്. അപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. അപ്പോൾ ഈ പാത്രത്തിലെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ആയിക്കോളും. ഇത് ചൂടോടുകൂടി തന്നെ ചെയ്യണം, ഇല്ലെങ്കിൽ കറക്റ്റായിട്ട് കാരമൽ എല്ലാ ഭാഗത്തേക്കും ആവില്ല കേട്ടോ. ഇതുണ്ടോ, ഇപ്പോൾ തന്നെ സെറ്റായി തുടങ്ങി. പിന്നെ നമ്മൾ പുഡിങ്ങിൻ്റെ മിക്സ് ഒഴിക്കുമ്പോൾ അതൊന്ന് പതുക്കെ ലൂസായി വരും. അപ്പോൾ ഞാനിതൊന്ന് സെറ്റ് ആവാൻ വേണ്ടി തന്നെ ഒരു 5 മിനിറ്റ് വയ്ക്കുകയാണ്. ഒന്ന് ചൂടൊന്ന് കുറഞ്ഞ് വരട്ടെ. അതിന് ശേഷം നമുക്ക് പുഡിങ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ബ്രെഡ് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ടോ. അപ്പോൾ കണ്ടോ ബ്രെഡ് നന്നായിട്ട് പാലൊക്കെ വലിച്ചെടുത്തിട്ടുണ്ട്. ആദ്യം ഉണ്ടായിരുന്ന കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി ഒന്ന് വ്യത്യാസം വന്നു. അപ്പോൾ ഇനി നമുക്ക് ഇത് നമ്മുടെ പുഡിങ് സെറ്റ് ചെയ്യാനുള്ള ബൗളിലേക്ക് ഒഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാരമൽ വേണമെന്നുണ്ടെങ്കിൽ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് ഇതുപോലെ കാരമൽ ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോൾ അധികം മധുരം വേണ്ടല്ലോ എന്ന് വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഈ ബ്രെഡിന്റെ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ മേൽഭാഗം ഒന്ന് ഈ സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് ലെവൽ ചെയ്തിട്ട് നമുക്ക് ഇതൊരു ലിഡ് ഉപയോഗിച്ചിട്ട് കവർ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു അലുമിനിയം ഫോയിൽ ഉപയോഗിച്ചിട്ട് കവർ ചെയ്യാം. ലിഡ് ഉപയോഗിച്ചിട്ട് കവർ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്ത് വെക്കുന്നത് കൊണ്ട് ആ ആവി വരുന്ന വെള്ളം ഇതിലേക്ക് തന്നെ വീണിട്ട് പുഡിങ്ങിന്റെ മുകൾ ഭാഗത്ത് മുഴുവൻ വെള്ളം ഉണ്ടാവും. അപ്പോൾ അലുമിനിയം ഫോയിൽ ആണെങ്കിൽ ആ ഒരു പ്രശ്നം വരില്ല. നന്നായിട്ട് തന്നെ ടൈറ്റായിട്ട് കവർ ചെയ്യുക. അതിനുശേഷം നമുക്കിതിന് കുറച്ച് ഹോൾസ് ഒന്ന് ഇട്ട് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ ആവി പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹോൾസ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു ഫോർക്കോ ടൂത്ത് പിക്കോ ഏതാണെന്ന് വെച്ചാൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഹോൾസ് ഇടാം. അപ്പോൾ ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഹോൾസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇത്രേ വേണ്ടൂ കേട്ടോ. ആവി ഒന്നും പുറത്തേക്ക് പോവുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ഇത് ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ചിട്ട് ഒരു 25 മിനിറ്റ് ഉണ്ടെങ്കിൽ കുക്കായി കിട്ടും. ഞാനിപ്പോൾ എടുത്ത അളവിലാണെങ്കിൽ ഈ ഒരു 6 സ്ലൈസ് ബ്രെഡ് ആണെങ്കിൽ 25 മിനിറ്റ് മതി കുക്കായി കിട്ടാൻ. അപ്പോൾ നമ്മുടെ പുഡിങ്ങിന്റെ തിക്നെസ് കൂടുന്നതനുസരിച്ച് കുക്കിംഗ് ടൈമിൽ വ്യത്യാസം വരും. അപ്പോൾ നമ്മളിതാ നമ്മുടെ പുഡിങ് സെറ്റ് ചെയ്ത ബൗള് ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ചു. ഇപ്പോൾ ആവി വരാൻ തുടങ്ങിയിട്ടില്ല. നന്നായിട്ട് ആവി വരുമ്പോൾ 2 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കുക. ബാക്കിയുള്ള 23 മിനിറ്റ് ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ് 25 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി പുഡിങ് കുക്കായി വരട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ പുഡിങ് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് 25 മിനിറ്റ് ആയിട്ടോ. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പോൾ പുഡിങ്ങിൻ്റെ ഉള്ളിൽ നിന്നല്ല ഈ ഒരു സൗണ്ട് കേൾക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ പുഡിങ് നമുക്ക് ഇന്ന് തന്നെ കഴിക്കാൻ പറ്റില്ല. ഇപ്പോൾ വൈകുന്നേരമാണ് ഞാനിപ്പോൾ പുഡിങ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പരിപ്പ് വടയ്ക്ക് എണ്ണ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇഡ്ഡലി പാത്രം തുറന്നപ്പോൾ ആവി വെള്ളം എണ്ണയിലേക്ക് വീണതാണ്. ആ എണ്ണ പൊട്ടിത്തെറിക്കുന്ന സൗണ്ടാണ്, അല്ലാതെ പുഡിങ്ങിൻ്റെ സൗണ്ട് അല്ല കേട്ടോ കേൾക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് 2 മണിക്കൂർ തണുപ്പിച്ചിട്ട് സെർവ് ചെയ്യാം. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് സെർവ് ചെയ്യുമ്പോഴാണ് പുഡിങ്ങിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ചൂടോടെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ചൂടോടെയും കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. എങ്ങനെ വേണമെങ്കിലും കഴിക്കാവുന്ന പുഡിങ്ങാണ്. അപ്പോൾ ഞാനിതിപ്പോൾ ഇഡ്ഡലി തട്ടിൽ നിന്ന് മാറ്റിയിട്ട് റൂം ടെമ്പറേച്ചറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടാണ് സെർവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് നാളെ എടുക്കാം കേട്ടോ പുഡിങ്. എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ റൂം ടെമ്പറേച്ചറിലേക്ക് മാറി ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിയുമ്പോൾ രാത്രിയാവും. അപ്പോൾ ഇനി നാളെ പുഡിങ് കട്ട് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് നാളെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ
ചൂട് മാറ്റി നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. അപ്പോൾ ഇതാ നമ്മൾ നമ്മുടെ ബ്രെഡ് പുഡിംഗ് ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് റെഡിയാക്കി ഇന്ന് എടുത്തിട്ടുണ്ട് പുറത്തേക്ക്. അപ്പോൾ ഇതുണ്ടോ കറക്റ്റായിട്ട് കുക്കായി തണുത്ത് സെറ്റായിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സൈഡിൽ നിന്നൊക്കെ ചെറുതായിട്ട് വിട്ട് തുടങ്ങി. പിന്നെ വിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു കത്തി ഉപയോഗിച്ചോ സ്പൂണിന്റെ ബാക്ക് സൈഡ് ഉപയോഗിച്ചോ ഒന്ന് പിടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പതുക്കെ കത്തി ഉപയോഗിച്ചൊന്ന് ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബട്ടറോ നെയ്യോ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് വിട്ട് പോരും. ഇല്ലെങ്കിലും ഈ പുഡിംഗ് സെറ്റ് ആയി കഴിയുമ്പോൾ ഇട്ട് പോകുന്നുള്ളൂ കേട്ടോ. അത് കണ്ടോ. അപ്പോൾ നമുക്കിത് നമ്മളിനി ഏത് പാത്രത്തിലേക്കാണോ സെർവ് ചെയ്യുന്നത് അതിലേക്കൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഡീമോൾഡ് ചെയ്യാൻ എളുപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലൊരു പാത്രം വയ്ക്കുക, തിരിച്ച് ഇതുപോലെ ആക്കി വയ്ക്കുക. ഇപ്പോൾ നമ്മുടെ പുഡിംഗ് നമ്മുടെ പ്ലേറ്റിലേക്ക് മാറിക്കഴിഞ്ഞു കണ്ടോ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. പുഡിംഗ് കട്ട് ചെയ്തെടുക്കാം. വളരെ സോഫ്റ്റ് ആണ്. ഇതുണ്ടോ കത്തി കൊണ്ട് തൊടുമ്പോൾ തന്നെ നന്നായിട്ട് താഴത്തേക്ക് കത്തി ഇങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട്. നമ്മൾ ബലമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാ ഞാനൊരു ചെറിയ പീസേ കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ കേട്ടോ. കണ്ടോ നമ്മുടെ ബ്രെഡ് പുഡിംഗ് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ കാരമൽ സിറപ്പ് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കുക. ഇതിപ്പോൾ ഈ അടിഭാഗത്ത് മാത്രമേ ഉള്ളൂ കാരമൽ. മറ്റേതാവുമ്പോൾ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കുകയാണെങ്കിൽ ചുറ്റും കൂടി ഉണ്ടാവും. അപ്പോൾ നമുക്ക് പുഡിംഗ് കഴിക്കുമ്പോൾ ആ സിറപ്പും കൂടി ചേർത്തിട്ട് കഴിക്കാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സ്. പിന്നെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നമ്മുടെ റെസിപ്പികളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.